ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ റിവ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കാറാണ്. ഈ ഒരു കാർ ഞാൻ പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ പേപ്പർ കാർ സ്കെയിലിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാർ സ്കെയിലിൽ നിന്ന് ഓരോന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് അത് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് മുറിച്ച് മടക്കി പശ ചേർത്ത് ഒട്ടിച്ചാൽ നല്ലൊരു കാർ കിട്ടും. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാവരും കണ്ടിട്ട് പോയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ പേപ്പർ കാർ സ്കെയിൽ. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ സ്ക്രീൻഷോട്ടോ സേവോ ചെയ്ത് അത് കടയിൽ പോയി പ്രിൻ്റ് എടുക്കാവുന്നതാണ്. കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ വേണം പ്രിൻ്റ് എടുക്കേണ്ടത്. പിന്നെ കളർ പ്രിൻ്റോ സാധാ പ്രിൻ്റോ എടുക്കാം. ഞാൻ ഇതേപോലെ 2-3 കാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കട്ടിയുള്ള പേപ്പർ വെച്ച് ഉണ്ടാക്കിയ കാറാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയ കാറാണത്. ഇനി നമുക്ക് ഇതിൽ കൊടുത്ത പോലെ ഈ ഒരു ഭാഗങ്ങളിലൂടെ കറക്റ്റായി മുറിച്ചെടുക്കണം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് മൊത്തമായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഈ വൈറ്റ് പോർഷൻ കണ്ടോ, ആ പോർഷനിൽ കറക്റ്റായിട്ട് മുറിച്ചെടുക്കണം. അത് നമുക്ക് മടക്കി ഒട്ടിക്കാനുള്ളതാണ്. അതിലൂടെ അത് മുറിച്ച് കളയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് മുറിച്ചാൽ പിന്നെ നമുക്ക് കിട്ടില്ല. ഇനി ഞാനിത് അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായി മുറിക്കണം. അതിൻ്റെ ആ എഡ്ജെല്ലാം നോക്കി കറക്റ്റായി മുറിക്കണം. തെറ്റിപ്പോകരുത്. ആ കറക്റ്റായി വൈറ്റെല്ലാം വരുത്തക്ക വിധം മുറിച്ചെടുക്കണം. ഇത് നമുക്ക് കുറേ കാർ ഇങ്ങനത്തെ അവൈലബിൾ ആണ്. കുറേ കാറ് ഇങ്ങനെ ഉണ്ടാക്കാം. പിൻട്രസ്റ്റിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ഓരോ കാറിൻ്റെ പേരും സെർച്ച് ചെയ്ത് അടിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ പേരോ കുറേ പാർട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അടിയിലൊട്ടിക്കുന്ന മിററും ടയറിൻ്റെ ഭാഗമെല്ലാം ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് ചെയ്യണം. വേസ്റ്റ് കുറേ ഉണ്ടാവും. അല്ല, നിങ്ങൾ നോക്കി ചെയ്യണം. ഇത് നമുക്ക് ഓരോ ഭാഗമായി മടക്കണം. അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കിയിട്ട് മടക്കണം. ആദ്യം ഇവിടെ നിന്ന് നടക്കണം. ഇങ്ങനെ മടക്കുക. അവിടെ നിന്ന് ഉള്ളോട്ടേക്ക് മടക്കുക. പിന്നെ മടക്കേണ്ട ആ വൈറ്റ് പോർഷനാണ്. ആ വൈറ്റ് പോർഷൻ കറക്റ്റായി ഉള്ളോട്ട് മടക്കുക. അത് നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. കറക്റ്റായി നല്ല പശയൊക്കെ വേണം ഒട്ടിക്കാൻ. ഫ്ലഷ് കിക്ക് സൂപ്പർ ഗ്ലൂ ഒന്നും എടുക്കരുത്. അതെല്ലാം ആക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാറിൻ്റെ ഭംഗിയൊക്കെ പോകും. ഫെവിക്കോളോ അങ്ങനത്തെ പേപ്പർ ഒട്ടിക്കുന്നത് എടുക്കാൻ പാടുള്ളൂ. കറക്റ്റായി മടക്കണം. കറക്റ്റായി മടക്കിയിട്ട് ഒട്ടിക്കുക വേണ്ടേ. വീഡിയോ കാണുന്ന പോലെ തന്നെ മടക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാം ഞാൻ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഇത് ടയറിന് ഒട്ടിക്കേണ്ടതാണ്. ടയറിൻ്റെതൊക്കെ മുറിച്ച് മടക്കി എടുത്തിട്ടുണ്ട്. ആ കോൺ പോലത്തെ ഭാഗമെല്ലാം മുറിച്ച് അത് മടക്കി ഒട്ടിക്കേണ്ടതാണ്. ഇത് മിററിൻ്റെതാണ്. 4 ടയറിൻ്റെതും മിററിൻ്റെ ഒക്കെ ഉണ്ട്. മിററിന് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റിയത് 2 മിറർ. പിന്നെ ഇത് വണ്ടീൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒട്ടിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ വരുന്നത്. പിന്നെ നമുക്ക് ഇത് പശ വെച്ച് ഒട്ടിക്കാം. അങ്ങനെ വൈറ്റ് ഭാഗത്ത് ഓരോ അടിക്കും പശ തേക്കുക, ഒട്ടിക്കുക. ആദ്യം അവിടുന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അടിയിൽ പോയി തുടങ്ങിയാൽ നമുക്ക് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടുന്ന് തന്നെ തുടങ്ങുക. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു BMW ആണ്. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിയാണ്. പിന്നെ കുറേ വണ്ടികളുണ്ട് എൻ്റെ കയ്യിൽ. 5ഓളം വണ്ടികളുണ്ടാവും. ഇത് നമുക്ക് ഒന്നിക്കിൽ ഷോക്കേസിലോ അങ്ങനെയെല്ലാം വെക്കാം. ഓടുകയില്ലല്ലോ വണ്ടി. ഷോക്കേസിലോ അല്ലെങ്കിൽ ചുമരുമലിലോ ഒട്ടിച്ച് വെക്കാൻ രസമായിരിക്കും. ഇതിങ്ങനെ ഓരോ ഭാഗമായി ഒട്ടിച്ച് വെക്കാം.
അടുക്കി ഒട്ടിക്കണം, കറക്റ്റായി ഒട്ടിക്കണം, പറഞ്ഞു പോവുകയും ചെയ്യരുത്. സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചാൽ വേഗം ഒട്ടി നിൽക്കും. അടുത്ത അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ഒട്ടിക്കുക. എല്ലാ ഭാഗവും കൃത്യം ഒട്ടിക്കുക. പശ പുറത്തയക്കാനായി രസമുണ്ടായില്ല. ഞാൻ ഒട്ടിച്ചിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഫൈനൽ ആയിട്ടില്ല, ഇനി ഈ ഒരു ഭാഗങ്ങളിൽ ഒട്ടിക്കാനുണ്ട്. ഇതും കൂടി ഒട്ടിച്ചാൽ ഫൈനൽ ലുക്ക് എന്ന് പറയാം. ഇത് നമ്മൾ ടയർ ഇങ്ങനെ മടക്കി അതിൻ്റെ ടയറിൻ്റെ അവിടെ കറക്റ്റായി ഒട്ടിക്കേണ്ടതാണ്. അതിനെ പശ തേക്കുക. ടയർ ഒട്ടിക്കാൻ നല്ല പണിയാണ്. ഞാൻ തന്നെ കുറേ പ്രാവശ്യം നോക്കിയിട്ടാണ് ഒട്ടിച്ചത്. ടയർ ഇങ്ങനെ വെക്കുക, ഒട്ടിക്കുക. നിങ്ങൾ സമയമെടുത്തിട്ട് വൃത്തിക്ക് ചെയ്യണം. നല്ല ഏറ്റവും ടഫായി തോന്നിയത് ഈ ഭാഗമാണ്. അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ സമയമെടുത്ത് ഒട്ടിച്ച്. ഇനി നമുക്ക് മിറർ അടിയിലത്തെ ഭാഗങ്ങളിലാണ് ഒട്ടിക്കേണ്ടത്. മിറർ അടിയിലത്തെ ഭാഗമാണ് ഒട്ടിക്കുക. ഇനി രണ്ട് ഭാഗത്തും പശ തേക്കുക. രണ്ട് ഭാഗത്തും പശ കൃത്യമായി തേക്കുക. എന്നിട്ട് അത് അവിടെ സ്പ്രെഡ് ചെയ്ത് ഒട്ടിക്കുക. ഇത് രണ്ട് ഭാഗത്തും നല്ല വൃത്തിയിൽ ഒട്ടിക്കുക. അത് അവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഒട്ടിക്കുക. ഇങ്ങനെ പറഞ്ഞല്ലോ, അതിലേക്ക് നോക്കി ചെയ്യുക. ഇങ്ങനെ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിററാണ് ഒട്ടിക്കാനുള്ളത്. മിററിൻ്റെ ആദ്യം അവിടെ ഇങ്ങനെ പശയാക്കി അത് രണ്ട് കൂട്ടിച്ചേർത്ത് ഒട്ടിക്കണം. ഞാൻ ചെയ്യുന്ന പോലെ സ്പ്രെഡാക്കി ചെയ്യാം. അതുപോലെ തന്നെ അപ്പുറത്ത് മറ്റേതിലും ചെയ്യുക. പശയാക്കുക, ഒട്ടിക്കുക. ഇനി അവിടെയും പശയാക്കി. അതാണ് നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗം. അത് അതിൻ്റെ മിറർ ഭാഗം വരുന്നത് ഉള്ളോട്ടാക്കി കറക്റ്റായി അവിടെ ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒട്ടിക്കുക. ഇനി അതേപോലെ അപ്പുറത്തെ ഭാഗത്ത് ഒട്ടിക്കുക. അങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ കാറ് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്ന് പറയുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒരു കമൻ്റ് ഇടുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ ആദ്യമേ ഉണ്ടാക്കിയ കുറച്ച് വണ്ടികളാണ്. നിങ്ങൾ ഈ കാറിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടായിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിലെ യൂട്യൂബറായതുകൊണ്ട് ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ കാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റ് വീഡിയോകൾ എൻ്റെ ചാനലിൻ്റെ അതെല്ലാം ഒന്ന് കാണുക. താങ്ക് യു.